തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ രണ്ട് രാഷ്ട്രങ്ങളുടെയും ഭരണത്തലവന്മാരുടെ അല്ലെങ്കിൽ ആ ഭരണ നേതൃത്വത്തിൻ്റെ കയ്യിലെ കുഴപ്പം തന്നെയാണ് ഒന്നാമത്തെ കാര്യം. കാരണം ഏതെങ്കിലും ഒരു രാജ്യത്ത് നമ്മൾ വിചാരിക്കുക പോലുമില്ലല്ലോ. ഇപ്പോൾ തായ്ലൻഡിൻ്റെ പ്രധാനമന്ത്രി ഈ തക്ഷിൻ ഷിനാവത്രയുടെ മകളാണ്. അപ്പോൾ അവർ കംബോഡിയയിലെ നേതാവിനെ വിളിച്ചിട്ട് നിങ്ങളൊന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കരുത്, ഇവിടെ എനിക്ക് വലിയ പ്രശ്നമാണ് എന്ന് പറയുന്ന ഓഡിയോ ലീക്കാവുകയാണ്. അങ്ങനെയൊക്കെ ഏതെങ്കിലും രാജ്യ നേതൃത്വങ്ങൾ തമ്മിൽ അതായത് അത് അങ്കിൾ എന്നൊക്കെ വിളിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതിവിടെ വലിയ പ്രശ്നമായിട്ടുണ്ട്. അവിടെ ആത്മാഭിമാനത്തിന് വലിയ മുറിവേറ്റു ഉടനെ തായ്ലൻഡിലുള്ള ജനതയ്ക്ക്. അങ്ങനെ എന്ന് പറഞ്ഞാൽ അത് തീവ്രദേശീയത അവിടെ മറ്റൊരു തരത്തിലപ്പോൾ എത്തുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പരമാവധി പ്രകടനം നടത്താൻ തായ്ലൻഡ് ആ ഘട്ടത്തിൽ തയ്യാറാകുന്നു. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുന്നു. ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സനീഷ്, ഇത് ഇവിടെ മാത്രമല്ലല്ലോ, ലോകത്തെല്ലായിടത്തും ഈ കോളനികളായിരുന്ന രാജ്യങ്ങളിലൊക്കെ ഇവർ പോകുമ്പോൾ ഒരു പുകിലുണ്ടാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ ഒരു പരിധി വരെ സംഭവിച്ചിട്ടുള്ളത്. കാരണം ഫ്രാൻസ് പോകുമ്പോൾ വരച്ച അതിർത്തിയിൽ കിടന്നിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ആ അതിർത്തിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ. അതിങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും ഇവരോരോ പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. അത് ഇവിടെയും സംഭവിക്കുന്നുണ്ട്. ഇവിടെ മുമ്പേ ഈ തർക്കം നിലനിൽക്കുന്നതാണ്. പക്ഷേ അന്ന് അതിർത്തി വരയ്ക്കുമ്പോഴും ഒരു ശ്രദ്ധ ഉണ്ടായില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. മാത്രമല്ല ഇപ്പോൾ സൈനിക ശേഷിയുടെ കാര്യം എടുത്താൽ തായ്ലൻഡ്, നമ്മളിപ്പോൾ നേരത്തെ ഡാറ്റാ ഷീറ്റിൽ പറഞ്ഞു, തായ്ലൻഡിന് വലിയ സൈനിക ശേഷിയുണ്ട്. ആ നിലയ്ക്ക് F-16 വിമാനമൊക്കെ ഉണ്ട്. ആ യുദ്ധവിമാനങ്ങൾ വെച്ച് ആക്രമണം നടത്തുന്നുണ്ട്. ആധുനിക യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കാശ് കയ്യിലുണ്ട്. അത് നമ്മളിപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ഈ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന ഒരു രാജ്യമാണ് തായ്ലൻഡ്. ഇപ്പോൾ ബാങ്കോക്കും ഫുക്കറ്റും പട്ടായയും മാത്രമല്ല, അതിനപ്പുറത്ത് പക്ഷേ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെങ്കിലും ഈ രാജ്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് തമിഴ്നാടും കേരളവും കർണാടകവും ആന്ധ്രയും ചേരുന്ന അത്രയും വലിപ്പമുള്ള രാജ്യവും ജനസംഖ്യയിൽ അതിനേക്കാളൊക്കെ വളരെ താഴെ നിൽക്കുന്ന രാജ്യമാണ്. വിശാലമായ കൃഷിയിടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ രാജ്യം. അപ്പുറത്ത് കംബോഡിയയ്ക്കാണെങ്കിൽ എന്താണ്, കംബോഡിയയ്ക്ക് വലിയ പിന്തുണ ചൈനയുടെ പിന്തുണയുണ്ട്. ചൈന ഈ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധമൊക്കെ ഉണ്ടെങ്കിലും ചൈന കംബോഡിയയ്ക്ക് ഒരു പ്രത്യേക സ്നേഹവും പ്രത്യേക പിന്തുണയും കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ വലിയ സംഘർഷത്തിലേക്ക് ഇത് പോയാൽ വളരെ പെട്ടെന്നുള്ള ഒരു ആക്രമണമൊക്കെ തായ്ലൻഡിൻ്റെ ഭാഗത്തുനിന്ന് സജീവമായി അങ്ങോട്ട് ഉണ്ടാകുമായിരിക്കാം. തായ്ലൻഡിന് കുറേ കംബോഡിയയെ കുഴപ്പത്തിലാക്കാൻ പറ്റുമായിരിക്കാം. പക്ഷേ ഒരു ദീർഘകാല യുദ്ധത്തിലേക്ക് പോയാൽ ഇപ്പം ഈ പ്രതിരോധ വിദഗ്ധരൊക്കെ വിലയിരുത്തുന്നത് അങ്ങനെ ഒരു യുദ്ധത്തിലേക്കോ വലിയ സംഘർഷത്തിലേക്കോ പോയാൽ അത് തായ്ലൻഡിനാണ് പിന്നെ കുഴപ്പം ചെയ്യുക എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. അപ്പോൾ അത് ഒരു ഒറ്റ കാര്യം കൂടെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത് ശിവക്ഷേത്രമാണ്, ഹിന്ദു ക്ഷേത്രങ്ങളാണ്. ഇപ്പോൾ മറ്റൊരു രാജ്യത്ത് രണ്ട് രാജ്യങ്ങൾക്കിടയിലെ പ്രശ്നമായിട്ട് രണ്ട് ശിവക്ഷേത്രങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ ഹിന്ദുത്വ രാഷ്ട്രീയക്കാരും ഹിന്ദുത്വാഭിമാനികളും ചേർന്ന് ഏത് തരത്തിലാണ് ആ പോയിന്റ് വികസിപ്പിക്കുക ഇവിടെ എന്നത് കൂടെ നമ്മൾ കാത്തിരിക്കേണ്ടതാണ്.